ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രാർത്ഥന തിരിഞ്ഞപ്പോൾ കണ്ടത് വിഷ്ണുപ്രിയയായിരുന്നു. അപ്പോൾ പ്രാർത്ഥന ഞെട്ടി. നീ ആരാ? നിന്റെ പേരെന്താ? ഒന്നു മാത്രം എനിക്കറിയാം, നീ മത്സ്യകന്യകയാണ്, ശേഷ മത്സ്യകന്യക. നീ അന്ന് എന്നെ എന്തിനു സഹായിക്കാൻ വന്നു? ഞാൻ എന്തുകൊണ്ടൊരു മത്സ്യനഗിനിയായി? ഇതിന്റെയൊക്കെ ഉത്തരം നിനക്കറിയാം, നീ പറ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന വിഷ്ണുപ്രിയയെ പിടിച്ച് കുലുക്കിയതും വിഷ്ണുപ്രിയ പറഞ്ഞു, പറയാം, എല്ലാം പറയാം. നീ എല്ലാം അറിയേണ്ടവൾ തന്നെയാണ്. എന്തുകൊണ്ട് നീ മത്സ്യനാഗിനിയായെന്ന് നീ അറിയണം. ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ പ്രാർത്ഥനയും കൂട്ടി ഒരു കൊട്ടാരത്തിനടുത്ത് പോയി. നീ വാ, ഞാൻ എല്ലാം പറയാം എന്നും പറഞ്ഞ് പ്രാർത്ഥനയെ ആ കൊട്ടാരത്തിലേക്ക് വിഷ്ണുപ്രിയ കൊണ്ടുപോയി. ആ കൊട്ടാരത്തിലെ ചുമരിലെ ചിത്രം കണ്ട പ്രാർത്ഥന വിഷ്ണുപ്രിയയോട് ചോദിച്ചു, ഇത് ഞാൻ നമ്മുടെ വീട്ടിലെ ആ രഹസ്യമുറിയിൽ കണ്ട ചിത്രമാണ്. ഇതാരാണ്? അന്നേരം വിഷ്ണുപ്രിയ പറഞ്ഞു, ഇത് എൻ്റെ അനിയത്തിയാണ്, മേഘ. ഈ മേഘ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവൾ കൊല്ലപ്പെട്ടിട്ട് വർഷം 20 കഴിഞ്ഞു. ഇവളെ കൊന്നത് മറ്റാരുമല്ല, നിന്റെ അച്ഛനായ ഋഷഭ് ഗുജ്റാളാണ്. പ്രാർത്ഥന അത് കേട്ട് ഞെട്ടി. ഇല്ല, ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല. നീ പറയുന്നതൊക്കെ കള്ളമാണ്. അന്നേരം വിഷ്ണുപ്രിയ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നീ വിശ്വസിച്ചോളൂ. പക്ഷേ ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കാം. നിന്റെ വീട്ടിൽ എന്തിനാണ് അങ്ങനെ ഒരു രഹസ്യമുറി ഉള്ളത്? അതിൻ്റെ ആവശ്യം എന്താണ്? ആ രഹസ്യമുറിക്കുള്ളിൽ എൻ്റെയും എൻ്റെ അനിയത്തി മേഘയുടെയും ചിത്രമെല്ലാം എങ്ങനെ വന്നു? ചിന്തിക്ക്. വിഷ്ണുപ്രിയ ഇത്രയും പറഞ്ഞപ്പോൾ പ്രാർത്ഥന ആകെ ഞെട്ടിപ്പോയി. അവൾ മൗനയായി. വിഷ്ണുപ്രിയ തുടർന്നു, പ്രാർത്ഥന, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്തുകൊണ്ട് നീ ഒരു മത്സ്യനാഗിനിയായെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണുപ്രിയ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഒരു വലിയ കള്ളം പറയാൻ തുടങ്ങി. പ്രാർത്ഥന, വിഷ്ണുപ്രിയ എന്ന ഞാനും എൻ്റെ അനിയത്തി മേഘയും സന്തോഷത്തോടെ ജീവിച്ചവരായിരുന്നു. എൻ്റെ ഭർത്താവായിരുന്ന വിക്രാന്ത് എന്ന നാഗത്തെയും മേഘയുടെ ഭർത്താവായ മഹി എന്ന മനുഷ്യനെയും കൊന്നത് ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ അച്ഛൻ്റെ അമ്മയായ സീമ ഗുജ്റാളാണ്. ഇതിനൊക്കെ കൂട്ടി നിന്നിട്ട് എല്ലാം മറന്ന് ശത്രുവിൻ്റെ മകനെ തന്നെ കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ സുഖിക്കുന്നവളാണ് നിന്റെ അമ്മ പ്രത. നീ കരുതും പോലെ നീ മത്സ്യനാഗിനിയായത് യാദൃശികമായി അല്ല. നിന്നെ കാലം ഇത്രയും UAE-യിൽ നിന്നും നാട്ടിൽ വരാൻ സമ്മതിക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമേ അല്ല. നിന്റെ അമ്മ പ്രതയും അച്ഛൻ ഋഷിയും ഇച്ഛാധാരി മത്സ്യങ്ങളാണ്. അതറിയോ നിനക്ക്? പ്രാർത്ഥന വിഷ്ണുപ്രിയ പറയുന്ന സത്യം കേട്ടതും അവളുടെ വായിൽ വിരൽ വെച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മ പ്രതയ്ക്ക് ഞാനുമായി എന്താണ് ബന്ധമെന്ന് നിനക്കറിയാമോ? എൻ്റെ അനിയത്തി മേഘയുടെ മകളാണ് നിന്റെ അമ്മ പ്രത. വിഷ്ണുപ്രിയ പറഞ്ഞു തുടങ്ങിയത് കള്ളമാണെങ്കിലും തൻ്റെ ലക്ഷ്യം നടക്കുവാനായി പ്രാർത്ഥനയുടെ മുന്നിൽ ഈ സത്യം അവൾക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു. അത് കേട്ട പ്രാർത്ഥന വിഷ്ണുപ്രിയയോട് ചോദിച്ചു, എൻ്റെ അമ്മ മത്സ്യകന്യകയോ? അച്ഛൻ മത്സ്യമോ? എന്തൊക്കെയാ വിഷ്ണുപ്രിയ നിങ്ങളെ പറയുന്നത്? സത്യമാണ്. നിനക്ക് അതിനുള്ള തെളിവുകൾ വേണമോ? ഞാൻ തരാം. ഇവിടെ വെച്ചല്ല, നിന്റെ വീട്ടിൽ വെച്ച്. സ്വന്തം അമ്മയെ കൊന്നവളുടെ മകനെ തന്നെ പ്രണയിച്ച് പ്രതികാരം പോലും മറന്ന് ജീവിച്ചവളാണ് നിന്റെ പുണ്യാളത്തിയായ അമ്മ പ്രത. ഞാൻ പ്രതയെ കുറ്റം പറയില്ല, കാരണം അവൾ ഈ കുരുക്കിൽ പെട്ടുപോയതാ. നിന്റെ അച്ഛൻ ഋഷിയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ.